നമുക്ക് ആദ്യം ജന്മഭൂമിയിലേക്ക് പോകാം. ജന്മഭൂമിയുടെ പ്രധാന തലക്കെട്ട് ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട തലക്കെട്ട്. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ ഭരണഭാഷ മലയാളമാകുന്നു, ഗവർണർ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഇത്രയും കാലമായി ഭരണഭാഷ ആകാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന് ഇപ്പോഴാണ് ഇങ്ങനെയൊരു ബില്ലിൽ ഒപ്പിടാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഭരണഭാഷ ഔദ്യോഗികമായി തന്നെ അത് അംഗീകരിക്കപ്പെടുന്നു. ഗവർണർ ആ ബില്ലിൽ ഒപ്പുവെച്ചു എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുക്കുന്നു. മറ്റൊരു വാർത്ത, പത്തനംതിട്ടയിൽ മന്ത്രി പ്രസംഗിച്ചത് ആളില്ലാ കസേരകളോട്. വീണ ജോർജിനെ അണികളും കൈയൊഴിയുന്നു എന്നുള്ള PA വേണുനാഥിൻ്റെ ബൈലൈൻ സ്റ്റോറിയാണ്. ഇന്നലെ നമ്മൾ ജനം TV ഈ വാർത്ത ദൃശ്യങ്ങളടക്കം കൊടുത്തിരുന്നു. ഈ കേസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റതിന് ശേഷം ആദ്യമായി ഒരു പൊതുവേദിയിൽ മന്ത്രി പ്രത്യക്ഷപ്പെടുകയായിരുന്നു. പക്ഷെ അത് കേൾക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥരല്ലാത്ത മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ജന്മഭൂമി കൃത്യമായി ചിത്രം സഹിതം അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീണ ജോർജിനെ അണികളും കൈയൊഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ ഇന്ന് ജന്മഭൂമിയുടെ എഡിറ്റോറിയൽ ഇടത് തന്ത്രങ്ങൾ പൊളിച്ച് പൊങ്കാല വൻ വിജയം എന്നുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാല എങ്ങനെയും അലങ്കോലപ്പെടുത്തി അതിൻ്റെ കുറ്റം BJPയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയോടെ CPM നടത്തിയത്. MLA-യും മന്ത്രിയുമായ V. ശിവൻകുട്ടി ഇതിന് വേണ്ടതായ കരുക്കൾ നീക്കിയെന്നും ആക്ഷേപം ഉയർന്നിരുന്നു എന്നുള്ള കാര്യമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ നഗരത്തിൽ ജലവിതരണം തടസ്സപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവർ ചെയ്തത് അത് കൃത്യമായി അത് പരാജയപ്പെട്ടു. ഇടത് തന്ത്രങ്ങളെല്ലാം പൊളിച്ച് പൊങ്കാല വളരെ വിജയമായി എന്നുള്ള വളരെ വിശദമായ എഡിറ്റോറിയലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പേജ് 12 വളരെ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകൾ. ഒന്ന്, ആറ്റുകാൽ പൊങ്കാല നഗര ശുചീകരണം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയത് 811 ടൺ മാലിന്യമാണ് ഒറ്റ രാത്രി കൊണ്ട് നീക്കം ചെയ്തത് എന്നുള്ളതാണ്. അതായത് ഈ പൊങ്കാല കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് അതിന് സമയം ലഭിക്കുക, അല്ലേ? 2:15 പൊങ്കാല നിവേദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ലഭിക്കുന്ന ഏതാനും മണിക്കൂറുകൾ, ആ അര ദിവസം കൊണ്ട് നഗരം ശുചിയാക്കി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. അത് നഗരസഭാ ചെയർമാൻ VV രാജേഷ് ശുചീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന വാർത്ത ആണ് ചിത്രം സഹിതം കൊടുത്തിട്ടുള്ളത്. ആ വാർത്തയാണ്. പിന്നെ മറ്റൊരു വാർത്ത, ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ പ്രമുഖർ BJPയിൽ അംഗത്വം സ്വീകരിച്ചു എന്നുള്ളതാണ്. BJPയിൽ ചേർന്ന ട്രാൻസ് കമ്മ്യൂണിറ്റി വിഭാഗത്തിലുള്ളവർ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം മാരാർജി ഭവനിൽ ഇന്നലെ നടന്ന ചടങ്ങാണ്. അതിൻ്റെ വാർത്ത വളരെ വിശദമായി തന്നെ ജന്മഭൂമി നൽകുന്നുണ്ട്. മനോരമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ പേജിൽ അവർ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് US ആക്രമണം ഇന്ത്യൻ സമുദ്രത്തിലേക്കും എന്നുള്ളതാണ്. ഇറാന്റെ കപ്പൽ മുക്കി എന്നുള്ള പ്രധാന മാസ്റ്റർ ഹെഡോടുകൂടിയാണ് ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. ആക്രമണം വിശാഖപട്ടണത്തെ നാവികാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങവേ 180 നാവികരിൽ 32 പേരെ ലങ്കൻ സേന രക്ഷിച്ചു, 61 പേരെ കാണാനില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കാതെ SIT പത്മകുമാറും പുറത്തേക്ക് എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ CPM നേതാവ് A. പത്മകുമാറും ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്നുള്ളതാണ്. നമ്മൾ വളരെ വിശദമായി തന്നെ നൽകിയ വാർത്തയാണ് അത്. അതോടൊപ്പം തന്നെ ഇനി നമ്മൾ പേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മനോരമ നൽകിയിട്ടുള്ള ഒരു കാർട്ടൂൺ സഹിതമാണ് അവർ ആ വാർത്ത നൽകിയിരിക്കുന്നത്. G. സുധാകരൻ്റെ പിണക്കം അല്ലെങ്കിൽ എതിർപ്പ്, ആ വാർത്ത അവർ നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ലാൽ സലാം സഖാവെ, ആ ലാൽ വെട്ടിയതിന് ശേഷം സലാം സഖാവെ എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൈറ്റിലാണ്, അതുകൊണ്ടാണ് ആ വാർത്തയിലേക്ക് പോയത്. 63 വർഷമായുള്ള CPM ബന്ധം ഉപേക്ഷിച്ച് G. സുധാകരൻ എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ള വാർത്ത. എന്തായാലും ആ ബന്ധം ഇനി G. സുധാകരൻ ഉപേക്ഷിക്കുമോ? അനുനയ ചർച്ചകൾ നടക്കുന്നുണ്ട്, അനുനയ നീക്കങ്ങൾ CPM നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് എടുത്ത് പറയേണ്ടത്. ഇനി നമ്മൾ ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഡിറ്റോറിയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറാന്റെ പടക്കപ്പൽ തകർത്ത US ആക്രമണം, ഡീഗോ ഗാർഷ്യയിൽ നിന്നെത്തി ജലബോംബ് എന്ന തലക്കെട്ടോടുകൂടി അവർ എഡിറ്റോറിയൽ പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇറാന്റെ പടക്കപ്പലായ ദേനയെ ശ്രീലങ്കയ്ക്ക് സമീപം മുക്കിയത് ഇന്ത്യൻ സമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യയിൽ നിന്നുള്ള മുങ്ങിക്കപ്പലാണ് എന്ന അഭ്യൂഹം US-ന്റെ സേനാ താവളം ഡീഗോ ഗാർഷ്യയിലുണ്ട്. ഇവിടെ നിന്നുള്ള ഒഹായോ ക്ലാസ് മുങ്ങിക്കപ്പൽ ഈ മേഖലയിൽ പതിവായി നിരീക്ഷണത്തിന് ഇറങ്ങാറുണ്ട് എന്നാണ് ശ്രീലങ്കൻ സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഈ മുങ്ങിക്കപ്പലാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കരുതുന്നു എന്നുള്ളതാണ്. എന്തായാലും ആക്രമണം മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് വൻ വിമർശനം എന്നുള്ള കാര്യവും ഈ മനോരമയിൽ നൽകിയിട്ടുള്ള വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ
തീക്കളിയിൽ ഒരു കുട്ടിക്കളി എന്ന ക്യാപ്ഷനോടുകൂടി അവർ ആ ചിത്രം നൽകിയിട്ടുണ്ട്. അതായത് തുർക്കി ലക്ഷ്യമിട്ട് ഇറാൻ അയച്ച ബാലിസ്റ്റിക് മിസൈൽ നേറ്റോ സേന പ്രതിരോധിച്ചപ്പോൾ അവശിഷ്ടങ്ങൾ വന്നു വീണത് കിഴക്കൻ സിറിയയിലെ പുൽമേട്ടിലാണ്. ഇറാഖിന്റെയും സിറിയയുടെയും വ്യോമാതിർത്തി കടന്നെത്തിയ കളിപ്പാട്ടം മിസൈൽ ഭാഗമെന്നറിയാതെ അടുത്തു കൂടിയിരിക്കുകയാണ് കുട്ടി എന്നുള്ളതാണ്. അവർ ആ അവശിഷ്ടങ്ങൾക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നതാണ് ആ ചിത്രം. തുർക്കിയിലേക്കും മിസൈൽ, ഇറാനിൽ മരണം 1045. യുദ്ധം 5-ാം ദിവസം പിന്നിടുമ്പോൾ US-ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇറാനിൽ മരണം 1045 തുർക്കിയുടെ വ്യോമാതിർത്തി ലംഘിച്ച ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ചിട്ടു. ഇറാഖിന്റെയും സിറിയയുടെയും വ്യോമ മേഖലകൾ കടന്നെത്തിയ മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലെ നാറ്റോ സേനയാണ് വെടിവെച്ചിട്ടത് എന്നുള്ള വാർത്ത അവർ നൽകിയിട്ടുണ്ട്. എന്തായാലും വളരെ പ്രാധാന്യത്തോടുകൂടി മനോരമ ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും സമയപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ മറ്റ് വാർത്തകളിലേക്ക് പോകുന്നില്ല. ഇനി മാതൃഭൂമിയിലെ രാഖി നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഇപ്പോഴത്തെ പത്രങ്ങൾ കണ്ടാൽ PR വർക്കാണോ യഥാർത്ഥ പത്രമാണോ എന്ന് തിരിച്ചറിയാൻ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നുകൂടി വായിച്ചാലേ മനസ്സിലാകുകയുള്ളൂ. ജന്മഭൂമിയുടെ 1-ാം പേജ് നോക്കുമ്പോൾ കുറിപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങൾ നിറഞ്ഞു നിന്ന വാർത്ത കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജാണിത്. ഇതിലെ വാർത്തകൾ വസ്തുതാപരവും രൂപകൽപ്പന പ്രതീകാത്മകവുമാണ്. മറ്റൊരു കുറിപ്പ്, ഈ പേജ് കേരള സർക്കാർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന് വേണ്ടിയുള്ള സർഗാത്മക പരസ്യാവിഷ്കാരമാണ്. പത്രത്തിൻ്റെ എഡിറ്റോറിയലുമായി ബന്ധമില്ല. 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എങ്ങനെയായിരുന്നു പത്രം എന്നതിൻ്റെ ഒരു പരസ്യമാണ്, സർക്കാരിൻ്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് മുതൽ ലോഡ് ഷെഡിംഗ് ഇല്ല. പരസ്യമാണെങ്കിൽ പോലും അത് ജനങ്ങളെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലേ, അതായത് അവരുടെ PR വർക്ക് ആ രീതിയിലാണ് വാർത്ത കൊടുക്കുന്നത്. 10 വർഷം മുമ്പ് എന്തായിരുന്നു എന്നതിൻ്റെ ഒരു പത്രത്തിലൂടെ അവർ പരസ്യം കൊടുക്കുകയാണ്. 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, പരീക്ഷ എഴുതിയത് പാഠപുസ്തകമില്ലാതെ, പെൻഷനുകൾ മുടങ്ങിയിട്ട് 18 മാസം, സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനം ട്രഷറി കാലി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം അവർ വന്നതോടുകൂടി ശരിയാക്കി എന്നാണ് പറയുന്നത്. അതിന്റെ നേരെ അകത്തെ പേജിൽ ഇപ്പോൾ എങ്ങനെയെന്നുള്ള മറ്റൊരു പരസ്യം. ലാഭത്തിലേറി KSRTC, 111 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ പൂർത്തിയായി, കേരളത്തിൽ വെളിച്ച വിപ്ലവം എന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് പത്രങ്ങൾ പരസ്യം നൽകുന്നത് ഈ തരത്തിലാണ്. വായനക്കാർ കൺഫ്യൂഷൻ ആകുന്നു എന്നുള്ളതാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യം. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ ഇറാൻ നാവികസേനയുടെ കപ്പൽ മുക്കി, ആക്രമിച്ചത് US അന്തർവാഹിനി എന്നുള്ള വാർത്തയാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സുധാകരൻ CPM അംഗത്വം ഉപേക്ഷിച്ചു, അമ്പലപ്പുഴയിൽ മത്സരിച്ചേക്കും, നിലപാട് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തയും മാതൃഭൂമി 1-ാം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നുണ്ട്. ഉൾപേജിലേക്ക് വരുമ്പോഴും എഡിറ്റോറിയൽ, തൊഴിലാളി വിരുദ്ധമാകരുത് തൊഴിൽ നിയമങ്ങൾ എന്നുള്ളതാണ് എഡിറ്റോറിയൽ. മലയാളം ഇനി ഔദ്യോഗിക ഭാഷ, മലയാള ഭാഷാ ബില്ലിന് അംഗീകാരം, സർക്കാർ ഉത്തരവുകളടക്കം എല്ലാം ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം എന്നുള്ള 1-ാം ഭാഷ മലയാളമാകും എന്നതിനെ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി ഏതാണ്, കേരള കൗമുദിയാണോ? നമ്മൾ കേരള കൗമുദിയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതേ തെറ്റിദ്ധരിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടുള്ള ആ പരസ്യം 1-ാം പേജിലും 2-ാം പേജിലും ഒക്കെ ഒരു പ്രത്യേക സപ്ലിമെന്റ് ആയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കേരള കൗമുദിയുടെ 1-ാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വാർത്ത, പാർട്ടി അംഗത്വം വിട്ട് സുധാകരൻ എന്നുള്ളതാണ്. അവർ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നത്. CPM-ന് തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ആലപ്പുഴയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ പാർട്ടിയുടെ പടികൾ ഇറങ്ങുമെന്ന സൂചന. പാർട്ടിയിൽ തുടർന്നുകൊണ്ട് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും 63 വർഷം നീണ്ട പാർട്ടി അംഗത്വം പുതുക്കുന്നില്ലെന്നും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി എന്നുള്ളതാണ്. എന്തായാലും ആ നീക്കത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുമോ, ഇനി പാർട്ടി അംഗത്വം പുതുക്കുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. പക്ഷേ എന്തായാലും പറയാനുള്ളത് ഇന്നലെ തന്നെ G. സുധാകരൻ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ കേരളമുദിയുടെ പ്രധാന വാർത്ത അല്ലെങ്കിൽ മാസ്റ്റർ ഹെഡ് എന്ന് പറയുന്നത്, ശ്രീലങ്കൻ തീരത്ത് ഇറാന്റെ കപ്പൽ തകർത്ത് US എന്നുള്ളതാണ്. ഇറാനിൽ മരണം 1000 കടന്നു. ഖമനിയുടെ പിൻഗാമി മൊജ്തബ വധിക്കുമെന്ന് ഇസ്രയേൽ, അതായത് ഇനി ആര് വന്നാലും ഇസ്രയേൽ അവരെ വധിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് അവരും പറഞ്ഞു വെക്കുന്നത്. സംഘർഷത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1000 കടന്നു. നിരവധി സുരക്ഷാ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തു. ഗൾഫ് രാജ്യങ്ങളിലെ US ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ തിരിച്ചടി തുടരുന്നു. സൗദി അറേബ്യയിലെ റാസ് ഡനൌറയിൽ അരാംകോയുടെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നുള്ളതും അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോർമൂസിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ട്. ഇനി 7-ാം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ CPM സ്ഥാനാർത്ഥി പട്ടിക അന്തിമ രൂപമായി, ഒപ്പം മുറുമുറുപ്പും.
ഐസക്കിനും മണിക്കും സീറ്റില്ല എന്നുള്ളത് അവർ സഭേഡായി നൽകിയിട്ടുണ്ട്. ശ്രീകുമാർ പള്ളിയിലത്തിന്റെ റിപ്പോർട്ടാണത്. CPM-ൽ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമായപ്പോൾ പതിവിന് വിരുദ്ധമായി എതിർശബ്ദമുയർന്നു. മുതിർന്ന നേതാവ് G. സുധാകരൻ കലഹം പരസ്യമായി പ്രകടിപ്പിച്ചു. പേരാവൂരിൽ മത്സരിക്കണമെന്ന നേതൃത്വത്തിന്റെ കടുംപിടുത്തത്തിന് വഴങ്ങേണ്ടി വന്ന KK ശൈലജ പൊതുവേദിയിലല്ലെങ്കിലും നീരസം പ്രകടമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നൽകിയിട്ടുള്ളത്. 2006-ൽ VS അച്യുതാനന്ദന്റെ സീറ്റ് നിഷേധിച്ചപ്പോഴാണ് പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പ്രതിഷേധിച്ച് നിരത്തിൽ ഇറങ്ങിയത്. മറ്റൊരു സന്ദർഭത്തിലും പാർട്ടി തീരുമാനം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇക്കുറി പലരുടെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അതൃപ്തി പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കേരള കൗമുദി വളരെ വിശദമായി തന്നെ നൽകിയിട്ടുള്ള വാർത്ത. എന്തായാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് മറ്റ് ഹിന്ദുവിലേക്ക് പോയാലും ഇന്നത്തെ ഹിന്ദു പത്രം നോക്കിയാൽ അത് മലയാള പത്രമാണോ എന്ന് നോക്കിപ്പോ നമ്മൾ വിചാരിച്ചു പോകും. കാരണം PR വർക്കാണ്. 1-ാം പേജിൽ സർക്കാരിന്റെ പരസ്യം, 10 വർഷം മുമ്പുള്ള പത്രം, അകത്ത് എല്ലാം ഗംഭീരമായി എന്നുള്ള തരത്തിലുള്ള അടുത്ത PR വർക്കിന്റെ പത്രമാണ്. അതിൻ്റെ ഹിന്ദു പത്രത്തിൻ്റെ തലക്കെട്ട് 1-ാം പേജിലേക്ക് വന്നാൽ അവർ പറയുന്നത് നിതീഷ് മേ എൻ്റർ രാജ്യസഭ മേക്ക് വേ ഫോർ ന്യൂ BJP CM. ബീഹാറിലെ വലിയ തലമുറ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനം BJPക്ക് നൽകാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതാണ് ഹിന്ദു ഇന്ന് 1-ാം പേജിൽ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. എന്തായാലും ദി ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് കൂടി വളരെ വേഗം നമുക്കൊന്ന് നോക്കാം. ഉൾപേജുകളിലേക്കാണ് ആദ്യം പോകുന്നത്. കാരണം നേരത്തെ നമ്മൾ മലയാള പത്രങ്ങളിൽ കണ്ടതുപോലെ ഇറാന്റെ കപ്പൽ ആക്രമണം അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ദി ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിതീഷ് ടു ഫയൽ RS നോമിനേഷൻ ടുഡേ ഇൻ പ്രസൻസ് ഓഫ് ഷാ എന്ന തലക്കെട്ടോടുകൂടി അവർ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. BJP സമ്രാട് ചൗധരി ഫ്രണ്ട് റണ്ണർ ഫോർ CM പോസ്റ്റ് എന്നുള്ളതാണ്. ബീഹാർ CM നിതീഷ് കുമാർ ഈസ് സെറ്റ് ടു മേക്ക് വേ ഫോർ എ BJP നോമിനി ആൻഡ് വിൽ റിമൂവ് ടു രാജ്യസഭ, ബ്രിങ്ങിങ് ഡൗൺ ദ കർട്ടൻസ് ഓൺ ആൻ ഇംപ്രസീവ് കരിയർ സ്ട്രെച്ചിങ് ഓവർ 2 decades at the helm of affairs in the state that earned him the moniker of Sushan Babu and reduced the opposition to a distant second എന്നുള്ളതാണ്. എന്തായാലും നിതീഷിൻ്റെ ആ നീക്കം, അതും ഷായുടെ സാന്നിധ്യത്തിൽ എങ്ങനെയാണ് ആ നീക്കം വരാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ നിർണായകമായ നീക്കമാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റേത് എന്നുള്ളതാണ്. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ വളരെ ചുരുക്കി പറയുകയാണ് ദി ടൈംസ് ഓഫ് ഇന്ത്യയിലെ വാർത്തകൾ. പത്രങ്ങൾ വായിക്കുന്നവർ സൂക്ഷിച്ച് വായിക്കണം. അതെ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാർത്തകൾ ഏത് പരസ്യം ഏത് എന്നുള്ളത് തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടും എന്നുള്ളത് തന്നെയാണ് അല്ലേ.